മരിക്കുന്നതിന് മുൻപ് ADM നവീൻ ബാബു സംസാരിച്ച അഴീക്കോട് സ്വദേശി പ്രശാന്ത് ടിവിയുടെ മൊഴി പുറത്ത്. താൻ ഇടനിലക്കാരനാകാൻ ശ്രമിച്ചതായാണ് PP ദിവ്യയുടെ ബന്ധു കൂടിയായ പ്രശാന്ത് ടിവിയുടെ മൊഴിയിലുള്ളത്. ബന്ധുവാണെങ്കിലും നേരിട്ട് പരിചയമില്ലെന്ന് പറഞ്ഞതോടെ എന്നാൽ ശരിയെന്ന് ADM പറഞ്ഞതായും മൊഴിയിലുണ്ട്. യാത്രയപ്പിന് ശേഷം ADMും താനും ക്വാർട്ടേഴ്സിന് സമീപത്ത് വെച്ച് കണ്ടെന്നും പ്രശാന്ത് TV പ്രത്യേക അന്വേഷണ സംഘത്തിന് നൽകിയ മൊഴിയിലുണ്ട്. നിഖിലുണ്ട് വിവരങ്ങളുമായി. നമുക്കിപ്പം കണ്ണൂരിൽ നിന്ന് നിഖിൽ, ഈ മരിക്കുന്നതിന് മുൻപ് പ്രശാന്തും അതുപോലെ ADM നവീൻ ബാബുവും പരസ്പരം കാണുന്ന CCTV ദൃശ്യങ്ങൾ അടക്കം പുറത്തു വന്നിരുന്നതാണ്. ഇപ്പോൾ ഈ പ്രശാന്തിന്റെ മൊഴിയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? സേതുലക്ഷ്മി, കണ്ണൂർ ADM ആയിരുന്ന നവീൻ ബാബുവിൻ്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട കേസിൽ ഇതുവരെ പുറത്തു വന്നിട്ടില്ലാത്ത ഒരു പേരും ഒപ്പം തന്നെ ചില സംഭവങ്ങളുമാണ് ഈ ഘട്ടത്തിൽ നമ്മൾ പുറത്തുവിടുന്നത്. അത് കുറ്റപത്രത്തിലുള്ള ഒരു മൊഴിയാണ്. പ്രശാന്ത് TV എന്ന് പറയുന്ന അഴീക്കോട് സ്വദേശി നൽകിയ മൊഴിയാണത്. നേരത്തെ പെട്രോൾ പമ്പിന് NOC നൽകിയ TV പ്രശാന്തൻ അല്ലാതെ മറ്റൊരാൾ ഈ കേസുമായി ബന്ധപ്പെട്ട് അങ്ങനെ ഒരു പേര് കൂടി ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നു, അല്ലെങ്കിൽ കുറ്റപത്രത്തിൽ ഉണ്ട് എന്ന കാര്യമാണ് നമ്മളിപ്പോൾ പുറത്തുവിടുന്നത്. ഈ പ്രശാന്ത് TV അഴീക്കോട് സ്വദേശിയാണ്. അദ്ദേഹം കണ്ണൂർ കേന്ദ്രീകരിച്ച് ചില ബിസിനസ്സുകളൊക്കെ നടത്തുന്നയാളാണെന്ന് ആ മൊഴിയിൽ പറയുന്നു. അങ്ങനെ കണ്ണൂർ ടൗൺ കേന്ദ്രീകരിച്ച് ചില ബിസിനസ്സുകളൊക്കെ നടത്തുന്നതിനാലും ഒപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ പേരിൽ ഒരു പെട്രോൾ പമ്പ് ആരംഭിക്കുന്നതിന് അനുമതി, അതിന് NOC തേടി ഒരു അപേക്ഷ നൽകിയത് മുതൽ ADMുമായി ബന്ധമുണ്ടെന്നും പ്രശാന്ത് അദ്ദേഹത്തിൻ്റെ മൊഴിയിൽ പറയുന്നുണ്ട്. അതിനുശേഷമാണ് ചില കാര്യങ്ങൾ പറയുന്നത്. താനുമായി നേരത്തെ ADMന് ബന്ധമുണ്ട്. ഈ വിവാദമായ യാത്രയയപ്പ് സമ്മേളനം നടന്നതിന് തൊട്ട് പിന്നാലെ വൈകിട്ട് 4:05 ADM നവീൻ ബാബു ഈ പ്രശാന്ത് TVയെ ഫോണിൽ വിളിച്ച് നേരിട്ട് കാണണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു എന്നാണ് മൊഴിയിൽ പറയുന്നത്. അതുപ്രകാരം 4:30 പ്രശാന്ത് കണ്ണൂർ കലക്ട്രേറ്റിലെത്തുന്നു. ആ സമയത്ത് അവിടെ ജില്ലാ കളക്ടറും മറ്റു ഉദ്യോഗസ്ഥരും ഉണ്ടായിരുന്നതിനാൽ തങ്ങൾക്ക് നേരിട്ട് സംസാരിക്കാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് തന്നെ അന്ന് വൈകിട്ട് 7 മണിയോടുകൂടി ADM താമസിച്ചിരുന്ന കണ്ണൂർ പള്ളിക്കുന്നിലെ ക്വാർട്ടേഴ്സിന് സമീപത്ത് വെച്ച് കണ്ടു എന്നാണ് പ്രശാന്തൻ്റെ മൊഴി. ആ മൊഴിയിൽ പറയുന്ന മറ്റൊരു കാര്യം, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യവും അതാണ്. ഈ പ്രശാന്ത് TV PP ദിവ്യയുടെ ബന്ധുവാണെന്ന് നേരത്തെ ADMും പ്രശാന്തും തമ്മിലുള്ള സംസാരത്തിനിടയിൽ പറഞ്ഞിരുന്നു എന്നതാണ് പ്രശാന്തൻ മൊഴിയിൽ പറയുന്നത്. അങ്ങനെയാണ് ഇവർ കണ്ടതിന് ശേഷം ADM ഈ പ്രശാന്ത് TVയോട് PP ദിവ്യയെ അറിയാമോ എന്ന് ചോദിക്കുന്നു. അപ്പോൾ പ്രശാന്ത് മറുപടി നൽകുന്നത് PP ദിവ്യ തൻ്റെ ബന്ധുവാണ്, പക്ഷേ നേരിട്ട് അത്ര പരിചയമില്ല എന്നാണ് പറഞ്ഞത് എന്ന് മൊഴിയിൽ പറയുന്നു. അങ്ങനെ പറഞ്ഞതോടുകൂടി എന്നാൽ ശരി എന്ന് പറഞ്ഞ് ADM അദ്ദേഹത്തിൻ്റെ ക്വാർട്ടേഴ്സ് ഭാഗത്തേക്ക് തിരിച്ചു പോയി എന്നതാണ് ഈ മൊഴിയിൽ പറയുന്നത്. ഈ മൊഴിയുടെ ഏറ്റവും അവസാന ഭാഗത്ത് പ്രശാന്ത് TV പറഞ്ഞിരിക്കുന്ന കാര്യം വളരെ നിർണായകമാണ്. പ്രശാന്ത് പറയുന്നത് താൻ PP ദിവ്യയുടെ ബന്ധുവാണ് എന്ന് അറിഞ്ഞതുകൊണ്ട് തന്നെ ഈ PP ദിവ്യയോട് നേരിട്ട് സംസാരിക്കാൻ തന്നെ ഒരു മധ്യസ്ഥത്തിനുള്ള ശ്രമം എന്ന രീതിയിലായിരിക്കാം ADM വിളിച്ചു വരുത്തിയത് എന്ന സംശയം കൂടി ഈ അന്വേഷണ സംഘത്തോട് പ്രശാന്ത് TV പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് ആ മൊഴിയിൽ നിന്ന് വ്യക്തമാകുന്നത്. ADM കേസിൽ പരാമർശമുള്ള പെട്രോൾ പമ്പിനെ അപേക്ഷിച്ച് TV പ്രശാന്തനും ഇപ്പോൾ നമ്മൾ ഈ ബ്രേക്ക് ചെയ്തിരിക്കുന്ന വാർത്തയിലുള്ള മൊഴി നൽകിയ പ്രശാന്ത് TVയും തമ്മിൽ രണ്ടാൾക്കാരാണ്. ഈ പ്രശാന്ത് TVക്ക് PP ദിവ്യയെ നേരിൽ കണ്ടിട്ടില്ല, അങ്ങനെയാണോ? അറിയാം, പക്ഷേ നേരിൽ കണ്ടിട്ടില്ല. തീർച്ചയായും ഈ നെടുവാലൂരിൽ ആരംഭിക്കുന്ന പെട്രോൾ പമ്പിന് NOC അപേക്ഷ നൽകിയ PP ദിവ്യ ആരുടെ പേരിലാണോ, അല്ലെങ്കിൽ ആർക്ക് ഇത്തരത്തിലൊരു അനുഭവം നേരിട്ടു, അതായത് NOC ലഭിക്കുന്നതിൽ വൈകുന്നത് ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടായി എന്ന് പറഞ്ഞത് TV പ്രശാന്തൻ എന്ന് പറയുന്ന വ്യക്തിയാണ്. അദ്ദേഹം നെടുവാലൂർ സ്വദേശിയാണ്. ഈ പറയുന്നത് പ്രശാന്ത് TV എന്ന് പറയുന്ന അഴീക്കോട് സ്വദേശി PP ദിവ്യയുടെ ബന്ധുവാണ് എന്ന് ADMന് നേരത്തെ അറിയാമായിരുന്നു എന്നതാണ് ഈ മൊഴിയിൽ, പ്രശാന്തിൻ്റെ മൊഴിയിൽ പറയുന്നത്. അവർ തമ്മിൽ നേരത്തെ ഉണ്ടായിരുന്ന ഒരു സംസാരത്തിനിടയിൽ ഇത്തരത്തിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായ PP ദിവ്യ തൻ്റെ ബന്ധുവാണെന്ന് പ്രശാന്ത് ADMനോട് പറഞ്ഞിരുന്നു എന്നാണ് പറയുന്നത്. ഇത് പ്രകാരമാണ് തന്നെ പിന്നീട് ADM ഈ ദിവസം, അതായത് 14-ാം തീയതി കാണണമെന്ന് പറഞ്ഞതും ഒപ്പം PP ദിവ്യയെ അറിയാമോ എന്ന് ചോദിക്കുന്നതും എന്നാണ് പ്രശാന്ത് പറയുന്നത്. അപ്പോൾ പ്രശാന്ത് പറയുന്നത് എൻ്റെ ബന്ധുവാണ്, പക്ഷേ എനിക്ക് അവരുമായി നേരിട്ട് അത്ര പരിചയമില്ല എന്ന് പറയുന്നതോടുകൂടി എന്നാൽ ശരി എന്ന് പറഞ്ഞ് ADM തിരിച്ചു പോയി എന്നതാണ് ആ മൊഴിയിൽ പറയുന്നത്. പിന്നീടാണ് ആ മൊഴിയിൽ പറഞ്ഞു വയ്ക്കുന്നത്
ഇത്തരത്തിൽ പി ദിവ്യയുമായി ഏതെങ്കിലും വിധത്തിൽ സംസാരിക്കാം എന്നതുകൊണ്ടായിരിക്കാം അങ്ങനെ ഒരു കാര്യം പറഞ്ഞത് എന്ന് കൂടിയാണ് പറയുന്നത്. ഓക്കെ വ്യക്തമാണ് നിഖിൽ. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകർ, ഇപ്പോൾ ഈ ADM നവീൻ ബാബുവിന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട ആ കേസന്വേഷണവുമായി ബന്ധപ്പെട്ട് മറ്റൊരു പേര് കൂടി ഫ്രെയിമിലേക്ക് വരികയാണ്. പ്രശാന്ത് TV അഴീക്കോട്. അതായത് ഈ നവീൻ ബാബു മരിക്കുന്നതിന് മുൻപ് സംസാരിച്ച അഴീക്കോട് സ്വദേശി പ്രശാന്ത് TVയുടെ മൊഴിയാണ് പുറത്തു വന്നിരിക്കുന്നത്. ആ വിവരങ്ങൾ നൽകുകയായിരുന്നു നിഖിൽ അളവൂർ കണ്ണൂരിൽ നിന്ന്.